Socialism. By the 1870s, socialist ideas spread through Europe. To coordinate their efforts, socialists formed an international body, namely the Second International. 1870 സോഷ്യലിസ്റ്റ് ഐഡിയാസ് യൂറോപ്പിൽ മുഴുവൻ പ്രചരിച്ചു. അപ്പോൾ അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി സോഷ്യലിസ്റ്റ് ഒരു ഇൻ്റർനാഷണൽ ബോഡി അവർ സ്ഥാപിച്ചു. അതിൻ്റെ പേരാണ് സെക്കൻഡ് ഇൻ്റർനാഷണൽ. What is Second International? To coordinate the efforts and socialists, they formed an international body. The name of that body is Second International. I hope that you understood it. Next, workers in England and Germany, they also formed many associations. What was the aim of this association? You know that factory workers, they work very hard and they are getting only low wages. So these associations, they demanded to reduce the working hours and they can cast the right to vote. Then only in the election they will win and they will get the right, so that through their right, when they come to power, they can reduce working hours. They will have the right to they can cast vote. So they demanded the association demanded reduce working hours and റൈറ്റ് ടു വോട്ട്. ഇവിടെ പറഞ്ഞത് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടിലുള്ള വർക്കേഴ്സും ജർമ്മനിയിലുള്ള വർക്കേഴ്സും അവർ അസോസിയേഷൻസൊക്കെ രൂപീകരിച്ചു. അസോസിയേഷൻസിൽ അവർ ആവശ്യപ്പെട്ടത് അവരുടെ ദൈർഘ്യമേറിയ ജോലി സമയം കുറയ്ക്കുക, അതേപോലെ തന്നെ അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം ലഭ്യമാക്കുക. ഇതിനാണ് അവർക്ക് അധികാരത്തിലെത്തിയെങ്കിൽ മാത്രമേ അവരുടെ അവകാശങ്ങൾ നേടുവാൻ സാധിക്കത്തുള്ളൂ. ബൈ ദ 1905 സോഷ്യലിസ്റ്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ് ദേ ഫോംഡ് ലേബർ പാർട്ടി ഇൻ ബ്രിട്ടൻ. In Britain, they formed a Labour Party. At the same time, in France, they formed a Socialist Party in France. സോ 1905 സോഷ്യലിസ്റ്റും ട്രേഡ് യൂണിയൻസും അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ലേബർ പാർട്ടി ബ്രിട്ടനിൽ രൂപീകരിച്ചു. സോഷ്യലിസ്റ്റ് പാർട്ടി അവർ ഫ്രാൻസിൽ രൂപീകരിക്കുകയും ചെയ്തു. ആഫ്റ്റർ ദ ഒക്ടോബർ റവല്യൂഷൻ സോഷ്യലിസ്റ്റ് ടുക്ക് ഓവർ ദ ഗവൺമെൻറ്. ഒക്ടോബർ വിപ്ലവത്തിന് ശേഷം സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് മുഴുവനും സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലെത്തി. ഒക്ടോബർ റവല്യൂഷന് ശേഷം സോഷ്യലിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിലെത്തി. ആഫ്റ്റർ ദ ഒക്ടോബർ റവല്യൂഷൻ സോഷ്യലിസ്റ്റ് ടുക്ക് ഓവർ ദ ഗവൺമെൻറ്. എന്താണ് ഒക്ടോബർ റവല്യൂഷൻ? നമുക്കൊന്ന് നോക്കാം. വാട്ട് ഈസ് ഒക്ടോബർ റവല്യൂഷൻ? ദിസ് ഒക്ടോബർ റവല്യൂഷൻ ദാറ്റ് വാസ് ലെഡ് ബൈ ബോൾഷെവിക് പാർട്ടി. രണ്ട് തരത്തിലുള്ള പാർട്ടിയുണ്ട്. ഒന്ന് ബോൾഷെവിക് പാർട്ടി, രണ്ട് മെൻഷെവിക് പാർട്ടി. ബോൾഷെവിക് പാർട്ടിയുടെ ലീഡറാണ് വ്ളാഡിമിർ ലെനിൻ. അതേസമയം മെൻഷെവിക് പാർട്ടിയുടെ ലീഡർ കെരൻസ്കിയാണ്. ഇവിടെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ബോൾഷെവിക് പാർട്ടിയുടെ ലീഡറായിരിക്കുന്ന ലെനിന് അദ്ദേഹം കെരൻസ്കിയുടെ അധികാരത്തിലെത്തിയ സമയത്ത് അദ്ദേഹം രാജ്യം വിടേണ്ടതായിട്ട് വരികയും പിന്നീട് അദ്ദേഹത്തിന് തിരിച്ചു വരികയും അദ്ദേഹം അധികാരം ഏറ്റെടുക്കുകയും ചെയ്തതായിട്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ലെഡ് ബൈ ബോൾഷെവിക് പാർട്ടി അണ്ടർ വ്ളാഡിമിർ ലെനിൻ. ദേ ഓവർത്രോ ദ പ്രീവിയസ് റഷ്യൻ പ്രൊവിഷണൽ ഗവൺമെൻറ്. മുമ്പുണ്ടായിരുന്ന പ്രൊവിഷണൽ ഗവൺമെൻറ് അവർ അധികാരത്തിൽ നിന്ന് എടുത്തു കളഞ്ഞു. അത് ആരാണ് പ്രൊവിഷണൽ ഗവൺമെൻറ് സ്ഥാപിച്ചത്? ലെഡ് ബൈ അലക്സാണ്ടർ കെരൻസ്കി മെൻഷെവിക് പാർട്ടിയുടെ ലീഡറായിരുന്ന കെരൻസ്കിയാണ് പ്രൊവിഷണൽ ഗവൺമെൻറ് ഉണ്ടാക്കിയത്. ആ പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ എടുത്ത് കളഞ്ഞതിന് ശേഷമാണ് ബോൾഷെവിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ലെനിൻ അധികാരത്തിൽ. ലെനിൻ യഥാർത്ഥത്തിൽ എവിടെയായിരുന്നു? അദ്ദേഹം രാജ്യം വിട്ടു പോവുകയാണ്. പിന്നീട് കെരൻസ്കി അധികാരത്തിലെത്തിയത് കൊണ്ടാണ്. പക്ഷേ പിന്നീട് അദ്ദേഹം ശക്തിയോടുകൂടി തിരിച്ചു വരികയും അധികാരം ഏറ്റെടുക്കുകയും ചെയ്തതിനാണ് ഒക്ടോബർ റവല്യൂഷൻ എന്ന് പറയുന്നത്. ഹിയർ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഒക്ടോബറിൽ. ആഫ്റ്റർ ദ ഒക്ടോബർ റവല്യൂഷൻ സോഷ്യലിസ്റ്റ് ടുക്ക് ഓവർ ദ ഗവൺമെൻറ്. അങ്ങനെ സോഷ്യലിസ്റ്റ് അധികാരത്തിലെത്തി. ഇൻ 1917 മൊണാർക്കി റീപ്ലേസ്ഡ് ഇൻ റഷ്യ. മൊണാർക്കി പൂർണ്ണമായിട്ടും 1917 റീപ്ലേസ് ചെയ്തു. 1917 ഒക്ടോബർ റവല്യൂഷന് ശേഷം പൂർണ്ണമായിട്ടും മൊണാർക്കി, അതായത് രാജഭരണം ഇല്ലാതെയായി. പിന്നെ റഷ്യയിൽ വന്നത് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ റൂളാണ്. സോഷ്യലിസമാണ് റഷ്യയിൽ വേരോടിയത്. In 1917 monarchy replaced in Russia and this came to be called as Russian Revolution. ഇതിനെയാണ് റഷ്യൻ റവല്യൂഷൻ എന്ന്. റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ റാഡിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ ചേഞ്ച്, ഒരു മാറ്റമാണ്, സമൂല മാറ്റം. കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ അവരുടെ രാജാധികാരം സാർ നിക്കോളാസ് സെക്കൻഡ് ആയിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. സാർ നിക്കോളാസ് സെക്കൻഡിൻ്റെ അധികാരം നഷ്ടപ്പെട്ടു. അതിനുശേഷം സോഷ്യലിസ്റ്റ് ഐഡിയാസ് മുന്നോട്ട് വരികയും സോഷ്യലിസം അവിടെ വേരൊടുകയും ചെയ്തു. പൂർണ്ണമായിട്ടും മൊണാർക്കി ഇല്ലാതാവുകയും ചെയ്തു. ഇതിനെയാണ് നമ്മൾ റഷ്യൻ റവല്യൂഷൻ എന്ന് പറയുന്നത്.